Welcome. Solutions. Section 3. Solubility. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സോല്യൂബിലിറ്റിയാണ്. ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 23. Give the factors that affect solubility of a solid in a liquid. ഒരു സോളിഡ് ലിക്വിഡിൽ ലയിക്കുമ്പോൾ സോല്യൂബിൾ ആകുമ്പോൾ ഏതെല്ലാം ഫാക്ടേഴ്സ്, ഏതെല്ലാം ഘടകങ്ങൾ അതിനെ എഫക്റ്റ് ചെയ്യും, സ്വാധീനിക്കും? ഇതാണ് ചോദ്യം. ഒരു സോളിഡ് ലിക്വിഡിൽ ലയിക്കുമ്പോൾ എന്തെല്ലാം ഫാക്ടേഴ്സ് അതിനെ സ്വാധീനിക്കും? Give the factors that affect solubility of a solid in a liquid. ഓരോന്നായി നോക്കാം. ഒന്ന്, ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന്റെ ഇഫക്റ്റ് പരിശോധിക്കും. If the reaction is endothermic, solubility increases with increase in temperature. എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ, അതായത് ചൂട് വലിച്ചെടുക്കുന്ന റിയാക്ഷൻ ആണെങ്കിൽ സോല്യൂബിലിറ്റി ഇൻക്രീസസ്, സോല്യൂബിലിറ്റി കൂടുന്നു. എപ്പോ? വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ കൂടുമ്പോൾ. അപ്പോൾ ടെമ്പറേച്ചറിന്റെ ഇഫക്റ്റ് എന്താ? എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ സോല്യൂബിലിറ്റി കൂടും. ചൂട് വലിച്ചെടുക്കുന്ന റിയാക്ഷൻസ് ആണ് എൻഡോതെർമിക് റിയാക്ഷൻസ്, ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻസ്. ഒരു എക്സാമ്പിൾ നോക്കാം. സോഡിയം ക്ലോറൈഡ് വെള്ളത്തിൽ ലയിക്കുമ്പോൾ ചൂട് വലിച്ചെടുക്കും. വെള്ളത്തിൽ നിന്നാണ് ചൂട് വലിച്ചെടുക്കുന്നത്. ആ വെള്ളം തണുക്കും, തൊട്ട് നോക്കിയാൽ അറിയാം. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ സോഡിയം ക്ലോറൈഡ് വെള്ളത്തിൽ കൂടുതൽ സോല്യൂബിൾ ആവും. അതായത് ചൂടുവെള്ളത്തിൽ ഉപ്പ് കൂടുതൽ ലയിക്കും, സോല്യൂബിൾ ആകും. Sodium chloride is highly soluble in hot water. If the reaction is endothermic, solubility increases with increase in temperature. അതുകൊണ്ടാണ് സോഡിയം ക്ലോറൈഡ് ചൂടുവെള്ളത്തിൽ കൂടുതൽ അലിയുന്നത്. സോഡിയം ക്ലോറൈഡ് ഈസ് ഹൈലി സോല്യൂബിൾ ഇൻ ഹോട്ട് വാട്ടർ. എൻഡോതെർമിക് റിയാക്ഷൻ ആയതുകൊണ്ടാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ സോല്യൂബിലിറ്റി കൂടും. ക്ലിയർ ആയല്ലോ? ഇനി ഇതിന്റെ വിപരീതം, റിയാക്ഷൻ എക്സോതെർമിക് ആണെങ്കിലോ? എക്സോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ സോല്യൂബിലിറ്റി കുറയും. If the reaction is exothermic, solubility decreases with increase in temperature. ഒരു എക്സാമ്പിൾ പറയാം. സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ ക്രിസ്റ്റൽസ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഹീറ്റ് പുറത്തേക്ക് വിടും. ആ വെള്ളം ചൂടാവും. വെള്ളം തൊട്ട് നോക്കിയാൽ അറിയാം, ചൂടുണ്ടായിരിക്കും. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ സോല്യൂബിലിറ്റി കുറയും. അതായത് ചൂട് വെള്ളത്തിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ലെസ് സോല്യൂബിൾ ആണ്. തണുത്ത വെള്ളത്തിൽ ലയിക്കുന്ന അത്ര ചൂടുവെള്ളത്തിൽ ലയിക്കില്ല. അപ്പോൾ ടെമ്പറേച്ചറിന്റെ ഇഫക്റ്റ് നമ്മൾ പഠിച്ചു. എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ സോല്യൂബിലിറ്റി കൂടും. എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ സോല്യൂബിലിറ്റി കുറയും. ഓക്കെ. ഇനി പ്രഷറിന്റെ ഇഫക്റ്റ് നോക്കാം. പ്രഷർ ഹാസ് നോ ഇഫക്റ്റ്. പ്രഷറിന് ഇഫക്റ്റ് ഇല്ല. പ്രഷർ കൂട്ടിയാലും കുറച്ചാലും സോല്യൂബിലിറ്റിക്ക് മാറ്റമില്ല. ബിക്കോസ് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ആർ ഇൻകംപ്രസിബിൾ. പ്രഷറിന് ഇഫക്റ്റ് ഉണ്ടാവണമെങ്കിൽ വോള്യം ചേഞ്ച് ചെയ്യണം. വോള്യം ചേഞ്ച് ചെയ്താലേ പ്രഷറിന് ഇഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ സോളിഡ്സും ലിക്വിഡ്സും ഇൻകംപ്രസ്ഡ് ആണ്.
വോളിയം ചേഞ്ച് കാര്യമായിട്ടില്ല, അതുകൊണ്ട് പ്രഷറിന് ഇഫക്റ്റ് ഇല്ല എന്ന് പറയാം. അടുത്തത് 3, നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്. സൊല്യൂട്ടിൻ്റെയും സോൾവെന്റിൻ്റെയും നേച്ചർ അനുസരിച്ച് സോല്യൂബിലിറ്റി മാറും. സൊല്യൂട്ടും സോൾവെന്റും ഒരേപോലെയുള്ളതാണെങ്കിൽ, ഉദാഹരണത്തിന് രണ്ടും പോളാർ ആണെങ്കിൽ സോല്യൂബിലിറ്റി കൂടും, അല്ലെങ്കിൽ രണ്ടും നോൺ പോളാർ ആയിരിക്കണം. അപ്പോൾ ഒരേപോലെയുള്ള പദാർത്ഥങ്ങൾ പെട്ടെന്ന് സോല്യൂബിൾ ആവും. പ്രിൻസിപ്പിൾ ഓഫ് സോല്യൂബിലിറ്റി ഈസ് ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. സോല്യൂബിലിറ്റിയുടെ പ്രിൻസിപ്പിൾ തന്നെ ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് എന്നാണ്. ഒരേപോലെയുള്ള പദാർത്ഥങ്ങൾ പെട്ടെന്ന് സോല്യൂബിൾ ആവും. If both solute and solvent are polar അല്ലെങ്കിൽ നോൺ പോളാർ, solubility may be high. രണ്ട് പോളാർ ആണെങ്കിൽ solubility കൂടും, അല്ലെങ്കിൽ രണ്ട് നോൺ പോളാർ ആയിരിക്കണം. ഒന്ന് പോളാറും മറ്റൊന്ന് നോൺ പോളാറും ആണെങ്കിൽ solubility കുറയും. അപ്പോൾ ഒരേപോലെയുള്ള പദാർത്ഥങ്ങളാണെങ്കിൽ solubility കൂടാൻ സാധ്യതയുണ്ട്. ഒരു എക്സാമ്പിൾ നോക്കാം. സോഡിയം ക്ലോറൈഡ് ഈസ് ഹൈലി സോലുബിൾ ഇൻ വാട്ടർ. അല്ലെ, ഉപ്പ് വെള്ളത്തിൽ നന്നായിട്ട് ലയിക്കും. ബിക്കോസ് ബോത്ത് ആർ പോളാർ ഇൻ നേച്ചർ. സോഡിയം ക്ലോറൈഡും പോളാറാണ്, വെള്ളവും പോളാറാണ്. അപ്പോൾ ഒരേ നേച്ചറുള്ള സൊല്യൂട്ടും സോൾവെന്റും പെട്ടെന്ന് കൂടിച്ചേരും. ആ സൊല്യൂട്ട് ആ സോൾവെന്റിൽ പെട്ടെന്ന് ലയിക്കും. അപ്പോൾ 3 ഫാക്ടേഴ്സാണ് ചർച്ച ചെയ്തത്. സോളിഡ് ലിക്വിഡിൽ ലയിക്കുമ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സ് അതിനെ സ്വാധീനിക്കും എന്നുള്ളതാണ് നോക്കിയത്. ഒന്ന് ടെമ്പറേച്ചർ, മറ്റൊന്ന് പ്രഷർ, മൂന്നാമത്തത് നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്. നോട്ടൊക്കെ എഴുതിയെടുക്കണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 24. Give the factors that affect solubility of a gas in a liquid. നേരത്തെ നമ്മൾ സോളിഡ് ഇൻ എ ലിക്വിഡ് ആണ് നോക്കിയത്. ഇത് ഗ്യാസ് ലിക്വിഡിൽ ലയിക്കുമ്പോൾ ഏതെല്ലാം ഫാക്ടേഴ്സ് അതിനെ എഫക്റ്റ് ചെയ്യും? ഓരോന്നായിട്ട് നോക്കാം. ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ പെട്ടെന്ന് മനസ്സിലാവും. വേനൽക്കാലത്ത് പലപ്പോഴും കുളത്തിലെയൊക്കെ മീനുകൾ ചത്തുപൊങ്ങുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. കാരണം എന്താണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ ആ വെള്ളത്തിൽ ലയിച്ചിരിക്കുന്ന ഓക്സിജന്റെ സോല്യൂബിലിറ്റി കുറയും. വെള്ളത്തിലുള്ള ഓക്സിജന്റെ അളവ് കുറയും. അപ്പോൾ റൂള് കിട്ടി. എന്താണ്? ടെമ്പറേച്ചർ കൂടിയാൽ ഗ്യാസിന്റെ സോല്യൂബിലിറ്റി കുറയും. സോല്യൂബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ ലിക്വിഡിൽ ലയിച്ചിരിക്കുന്ന ഗ്യാസിന്റെ സോല്യൂബിലിറ്റി കുറയും. അപ്പോൾ വെള്ളം നമ്മൾ ചൂടാക്കുമ്പോൾ ആ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ പുറത്തേക്ക് പോകും. ചൂടുവെള്ളം ഓക്സിജൻ കണ്ടന്റ് കുറവുള്ള വെള്ളമാണ്, അല്ലേ? ഓക്സിജൻ ഇല്ലാത്ത വെള്ളമാണ് ചൂടുവെള്ളം എന്ന് പറയുന്നത്. ഇൻ സമ്മർ, വേനൽക്കാലത്ത് solubility of oxygen in water decreases. So aquatic life is not comfortable in summer season. അതുകൊണ്ട് അക്വാട്ടിക് ലൈഫ്, അതായത് മത്സ്യങ്ങൾക്കൊക്കെ വെള്ളത്തിൽ ജീവിക്കാൻ വേനൽക്കാലത്ത് ബുദ്ധിമുട്ടാണ്. പലപ്പോഴും മീനുകളൊക്കെ ചത്തുപോകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടേക്കാം. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഗ്യാസിൻ്റെ സോല്യൂബിലിറ്റി കുറയും. ഇതാണ് ടെമ്പറേച്ചർ ഇഫക്റ്റ്. ഇനി പ്രഷറിൻ്റെ ഇഫക്റ്റ് എന്താണെന്ന് നോക്കാം. ഇഫക്റ്റ് ഓഫ് പ്രഷർ. നമ്മൾ സോഡാ വെള്ളം നിറച്ചിരിക്കുന്ന കുപ്പി കണ്ടിട്ടുണ്ട്. പ്രഷർ കൊടുക്കുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ ഡിസോൾവ് ആവുന്നത്. ആ സോഡാ കുപ്പിയുടെ അടപ്പ് തുറന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകും. പ്രഷർ കുറച്ചാൽ സോല്യൂബിലിറ്റി കുറയും. കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ സോല്യൂബിൾ ആവണമെങ്കിൽ പ്രഷർ കൊടുക്കണം. പ്രഷർ കുറച്ചാൽ ആ കുപ്പിയുടെ അടപ്പ് തുറന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകും, വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് പോകും. നുരയും പതയുമായി പുറത്തേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രഷർ കുറച്ചാൽ ഗ്യാസിൻ്റെ സോല്യൂബിലിറ്റി കുറയും. Solubility of a gas in a liquid increases
വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ അറ്റ് എ ഗിവൻ ടെമ്പറേച്ചർ. പ്രഷർ കൂട്ടിയാൽ ഗ്യാസിൻ്റെ സോലുബിലിറ്റി കൂടും. അപ്പോൾ തന്നിരിക്കുന്ന ഒരു ലിക്വിഡിൽ ഒരു ഗ്യാസ് സോലുബിൾ ആവണമെങ്കിൽ പ്രഷർ കൂട്ടണം അറ്റ് എ ഗിവൻ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെക്കണം. ഈ നിയമത്തിനെ നമുക്ക് ഹെൻറീസ് ലോ എന്ന് വിളിക്കാം. അപ്പോൾ ഹെൻറീസ് ലോ എന്താണ്? പ്രഷർ കൂട്ടിയാൽ ഗ്യാസിൻ്റെ സോലുബിലിറ്റി കൂടും. സോലുബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് increases with increase in pressure at a given temperature. ഇനി അടുത്തത് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് തന്നെയാണ് നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്. ഇതിന് വലിയ പ്രാധാന്യമില്ല ഈ കേസിൽ. കാരണം സൊല്യൂട്ടും സോൾവെന്റും ഡിഫറൻ്റ് ആണെങ്കിലും പ്രഷറിനൊക്കെ കാര്യമായ സ്വാധീനമുണ്ട്. പ്രഷർ കൊടുത്താൽ ചിലപ്പോൾ ഗ്യാസ് തന്നിരിക്കുന്ന സോൾവെന്റിൽ സോലുബിൾ ആവും. എങ്കിലും നമുക്ക് പറയാം പ്രിൻസിപ്പിൾ ഓഫ് സോലുബിലിറ്റി ഈസ് ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. രണ്ടും ഒരേ നേച്ചർ ആണെങ്കിൽ, ഇഫ് ബോത്ത് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് ആർ പോളാർ അല്ലെങ്കിൽ നോൺ പോളാർ ആയിരുന്നാൽ സോലുബിലിറ്റി മേ ബി ഹൈ. അപ്പോൾ ആദ്യത്തെ രണ്ട് പോയിന്റ്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ടെമ്പറേച്ചറും പ്രഷറും. അപ്പോൾ ഒന്നുകൂടെ അത് പറയാം. ഗ്യാസിൻ്റെ സോലുബിലിറ്റി തീരുമാനിക്കുന്ന രണ്ട് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന് ടെമ്പറേച്ചർ കൂട്ടിയാൽ ഗ്യാസിൻ്റെ സോലുബിലിറ്റി കുറയും. മറ്റൊന്ന് പ്രഷർ കൂട്ടിയാൽ ഗ്യാസിൻ്റെ സോലുബിലിറ്റി കൂടും. അതിനെയാണ് നമ്മൾ ഹെൻറീസ് ലോ എന്ന് വിളിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് പഠിക്കണം. ഇത് വളരെ എളുപ്പമുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് കുറച്ച് കഴിഞ്ഞ് പറയാം. ഓക്കെ, ഈ ചോദ്യം തീർന്നു. ഇനി അടുത്തത് 25ാമത്തെ ചോദ്യം. റൈറ്റ് എ നോട്ട് ഓൺ ഹെൻറീസ് ലോ. ഹെൻറീസ് ലോ നമ്മൾ എളുപ്പത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു. എന്താണ്? പ്രഷർ കൂട്ടുമ്പോൾ ഗ്യാസിന്റെ സോലുബിലിറ്റി കൂടും. അത് മറ്റൊരു രീതിയിൽ പറയുന്നു, നോക്കിക്കോളൂ. ദ സോലുബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രഷർ ഓഫ് ദി ഗ്യാസ്. നമ്മൾ കണ്ടു തന്നെയാണ്. പ്രഷർ ഓഫ് ദി ഗ്യാസ് അറ്റ് എ ഗിവൻ ടെമ്പറേച്ചർ. നേരത്തെ കണ്ട ഡെഫിനേഷൻ തന്നെയാണ്. ഇനി ഒന്ന് മാറ്റി പറയുന്നുണ്ട്. എളുപ്പമുള്ള സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ദ സോലുബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രഷർ ഓഫ് ദി ഗ്യാസ് അറ്റ് എ ഗിവൻ ടെമ്പറേച്ചർ. അതായത് പ്രഷർ കൂട്ടിയാൽ സോലുബിലിറ്റി കൂടും. നേരത്തെ കണ്ട കാര്യത്തിൻ്റെ മറ്റൊരു വെർഷനാണ്. ഇനി ഒന്നുകൂടെ മാറ്റി പറയാം. ഇത് പഠിക്കണം. ഹെൻറീസ് ലോ സ്റ്റേറ്റ് ചെയ്യാം. ദ പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഇൻ വേപ്പർ ഫേസ്, PP. Partial pressure of a gas in vapor phase is directly proportional to the mole fraction of the gas in the solution. ഈ സെന്റൻസ് വേണമെങ്കിൽ നമുക്ക് താഴേക്ക് ആക്കാം. The partial pressure of a gas in the vapor phase, ഇതാണ് P. P is directly proportional to x എന്നാണ് പറയുന്നത്. P is directly proportional to x. P is directly proportional to x. X എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ. അപ്പോൾ നോക്കൂ, the partial pressure of a gas in the vapor phase, അതാണ് P, is directly proportional to the mole fraction of the gas in the solution. Mole fraction of the gas in the solution. അതായത് P proportional to x എന്നതിനാണ് അർത്ഥം. P proportional to x അല്ലേ? പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ നമ്മളൊരു കോൺസ്റ്റന്റ് ചേർക്കും, KH. KHനെ വിളിക്കുന്ന പേര് ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് എന്നാണ്. KHനെ വിളിക്കുന്ന പേര് ഹെൻറീസ് ലോ കോൺസ്റ്റന്റ്. അപ്പോൾ ഈ ഡെഫിനിഷൻ ഒന്ന് എഴുതി പഠിക്കണം. The partial pressure of a gas in the vapor phase is directly proportional to the mole fraction of the gas in the solution. അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ്. ഹെൻറീസ് ലോയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ്. അപ്പോൾ ഹെൻറീസ് ലോ പല രീതിയിൽ പറയാം. പ്രഷർ കൂട്ടുമ്പോൾ സോലുബിലിറ്റി കൂടുന്നു. പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സോലുബിലിറ്റി. മറ്റൊരു രീതിയിലാണ് പറഞ്ഞത്, P proportional to x. Partial pressure is directly proportional to mole fraction.
പാർഷ്യൽ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് പഠിക്കണം. ഓക്കെ, ദ പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഇൻ വേപ്പർ ഫേസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ഗ്യാസ് ഇൻ ദ സൊല്യൂഷൻ. ഓക്കെ, ഇതാണ് ഹെൻറീസ് ലോ. 2-3 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കാം. ഇതാണ് NCERT ബുക്കിലുള്ളത്, അതുകൊണ്ട് ഇത് പഠിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഓക്കെ, KH നമ്മൾ പറഞ്ഞു ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ആണ്, എക്സ് മോൾ ഫ്രാക്ഷൻ ആണ്. അടുത്തത് ഹെൻറീസ് ലോയുടെ ഒരു ഗ്രാഫാണ്. പ്രഷർ വൈ ആക്സിസിലാണ്. പ്രഷർ വൈ ആക്സിസിലാണ്, മോൾ ഫ്രാക്ഷൻ എക്സ് ആക്സിസ്. പ്രഷർ at x. y is equal to mx plus c. ഇന്റർസെപ്റ്റ് 0 ആണ്, അതുകൊണ്ട് ഗ്രാഫിന്റെ നേച്ചർ ഇതാണ്. നിങ്ങൾ ഈ വാല്യൂ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പ്രഷർ ഇവിടെ എഴുതുക, മോൾ ഫ്രാക്ഷൻ എന്നുള്ളത് ഇവിടെ എഴുതുക, ഗ്രാഫിന്റെ നേച്ചർ മാത്രം നോക്കുക. സ്ട്രെയിറ്റ് ലൈൻ ആണ്, സ്ട്രെയിറ്റ് ലൈൻ ഫ്രം ഒറിജിൻ. ഇതാണ് ഗ്രാഫിന്റെ നേച്ചർ. അപ്പോൾ ഹെൻറീസ് ലോയെ കാണിക്കുന്ന ഗ്രാഫ് ഇതാണ്. ഈ വാല്യൂ ഒന്നും നോക്കി ബുദ്ധിമുട്ടണമെന്നില്ല, ഈ ഗ്രാഫ് മാത്രം വരച്ചാൽ മതി. ഇവിടെ പ്രഷർ, ഇവിടെ മോൾ ഫ്രാക്ഷൻ എഴുതുക. വൈ ആക്സിസിൽ പ്രഷർ എന്ന് എഴുതിയാൽ മതി. അത് HSC എന്നൊന്നും എഴുതണമെന്നില്ല, പ്രഷർ എന്ന് മാത്രം എഴുതിയാൽ മതി. പ്രഷർ, ഇവിടെ മോൾ ഫ്രാക്ഷൻ. ഗ്രാഫിൻ്റെ നേച്ചർ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. സ്ട്രെയിറ്റ് ലൈനാണ്. അതായത് പി കൂടുമ്പോൾ എക്സ് കൂടും, പി കൂടുമ്പോൾ എക്സ് കൂടും, പി കൂടുമ്പോൾ എക്സ് കൂടും. അത്രയും ഇതിൻ്റെ അർത്ഥമുള്ളൂ. ഈ ഗ്രാഫ് എന്ന് വരച്ച് പഠിക്കണം. ഹെൻറീസ് ലോയുടെ ഗ്രാഫാണ്. ഓക്കെ, ഇനി ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻ: സ്ക്യൂബ ഡൈവേഴ്സ് യൂസ് എയർ ഡൈല്യൂട്ടഡ് വിത്ത് ഹീലിയം. കടലിൻ്റെ അടിയിൽ പര്യവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞരാണ് സ്ക്യൂബ ഡൈവേഴ്സ്. They use air diluted with helium. സ്ക്യൂബ ഡൈവേഴ്സ് കൊണ്ടുപോകുന്ന വായു ഹീലിയം ഉപയോഗിച്ച് ഡൈല്യൂട്ട് ചെയ്യും. ബിക്കോസ് അണ്ടർ ദ സീ ഡ്യൂ ടു ഹൈ പ്രഷർ solubility of nitrogen in the blood increases and causes bends. നമ്മൾ കൊണ്ടുപോകുന്ന വായുവിൽ, സാധാരണ വായു കൊണ്ടുപോയാൽ അതിൽ നൈട്രജൻ്റെ അളവ് കൂടുതലാണ്. നൈട്രജൻ സാധാരണയായിട്ട് നമ്മുടെ രക്തത്തിൽ ലയിക്കില്ല. കടലിൻ്റെ അടിയിൽ പ്രഷർ കൂടുതലാണ്. പ്രഷർ കൂടിയാൽ നൈട്രജൻ്റെ സോലുബിലിറ്റി കൂടും, രക്തത്തിൽ നൈട്രജൻ കൂടുതൽ ലയിക്കും. രക്തത്തിൽ നൈട്രജൻ കൂടുതൽ ലയിച്ചാൽ ശരീരത്തിൽ അതികഠിനമായ വേദന ഉണ്ടാവും. ആ വേദനയെ വിളിക്കുന്ന പേരാണ് ബെൻഡ്. അപ്പോൾ കടലിൻ്റെ അടിയിൽ പ്രഷർ കൂടുതലാണ്, നൈട്രജൻ ബ്ലഡിൽ കൂടുതൽ സോല്യൂബിൾ ആവും, ശരീരത്തിന് വേദന വരും. ആ വേദനയെ വിളിക്കുന്ന പേരാണ് ബെൻഡ് എന്ന് പറയുന്നത്. ഇത് തടയാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്ന വായു ഹീലിയം ഉപയോഗിച്ച് ഡൈല്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്ക്യൂബ ഡൈവേഴ്സ് യൂസ് എയർ ഡൈല്യൂട്ടഡ് വിത്ത് ഹീലിയം because under the sea due to high pressure solubility of nitrogen in the blood increases and causes bends. To prevent this, air is diluted with helium. അപ്പോൾ കടലിൻ്റെ അടിയിലെ പ്രഷർ കൂടുതലാണ്, സാധാരണ വായു കൊണ്ടുപോയാൽ നൈട്രജൻ കൂടുതൽ ലയിക്കും, അപ്പോൾ ശരീരത്തിന് വേദന ഉണ്ടാവും. ഇത് തടയാൻ വേണ്ടിയിട്ടാണ് സ്ക്യൂബ ഡൈവേഴ്സ് എന്ത് ചെയ്യുന്നത്, ഹീലിയം ഉപയോഗിച്ച് ഡൈല്യൂട്ട് ചെയ്ത എയർ ഉപയോഗിക്കുന്നത്. ഇതാണ് ഒരു ആപ്ലിക്കേഷൻ. അടുത്ത ആപ്ലിക്കേഷൻ, മൗണ്ടൻ ക്ലൈംബേഴ്സ് ബിക്കം വീക്ക് അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ്. ഇതിനെ അനോക്സിയ എന്നാണ് വിളിക്കുക. അല്ലേ, പർവ്വതം കയറുന്ന ആൾക്കാർ ഉയരത്തെത്തുമ്പോൾ ക്ഷീണിക്കും. നമ്മളായാലും അല്ലേ ഉയരത്തേക്ക് കയറുമ്പോൾ ക്ഷീണിക്കും. കാരണം എന്താ, ഉയരം കൂടുമ്പോൾ പ്രഷർ കുറയും. പ്രഷർ കുറഞ്ഞാൽ രക്തത്തിലെ ഓക്സിജന്റെ സോലുബിലിറ്റി കുറയും. രക്തത്തിലെ ഓക്സിജന്റെ സോലുബിലിറ്റി കുറഞ്ഞാൽ അല്ലേ നമ്മൾ ക്ഷീണിക്കും. ഇതിനെയാണ് അനോക്സിയ എന്ന് പറയുന്നത്. അപ്പോൾ മൗണ്ടൻ ക്ലൈംബേഴ്സ് ബിക്കം വീക്ക് അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ്. കാരണം എന്താ, അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ്
solubility of oxygen in blood decreases due to decrease in pressure. അപ്പോൾ പ്രഷർ കുറയുന്നത് കൊണ്ട് ബ്ലഡിലെ ഓക്സിജൻ കുറയും. ഉയരം കയറുമ്പോൾ നമ്മൾ ക്ഷീണിക്കാൻ കാരണം ഇതാണ്. അപ്പോൾ ഇവിടേക്ക് പ്രഷർ സോലിബിലിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്ക്യൂബ ഡൈവേഴ്സിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ? കടലിൻ്റെ അടിയിൽ പ്രഷർ കൂടുതലാണ്. സാധാരണ വായു ഉപയോഗിച്ചാൽ വായുവിലെ നൈട്രജൻ ബ്ലഡിൽ കൂടുതലായിട്ട് ലയിക്കും. ശരീരത്തിന് വേദന തോന്നും. ആ വേദനയെ വിളിക്കുന്ന പേരാണ് ബെൻഡ് എന്ന് പറയുന്നത്. ബെൻഡ്. ഇത് തടയാൻ വേണ്ടിയിട്ടാണ് സ്ക്യൂബ ഡൈവേഴ്സ് കൊണ്ടുപോകുന്ന വായു ഹീലിയം ഉപയോഗിച്ച് ഡൈല്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രഷർ സോലിബിലിറ്റിയുമായി ബന്ധമുണ്ട്. അതാണ് ഹെൻറീസ് ലോ. മറ്റൊന്ന് മൗണ്ടൻ ക്ലൈംബേഴ്സിൻ്റെ കാര്യം. ഉയരം കൂടുമ്പോൾ പ്രഷർ കുറയും. പ്രഷർ കുറഞ്ഞാൽ ബ്ലഡിലെ ഓക്സിജൻ്റെ സോലിബിലിറ്റി കുറയും. സോ ദേ ബിക്കം വീക്ക്. അപ്പോൾ ഈ രണ്ട് ആപ്ലിക്കേഷൻസ് നോക്കി വെക്കണം. ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻസ് ആണ്. ഒന്ന് സ്ക്യൂബ ഡൈവേഴ്സ്, മറ്റൊന്ന് മൗണ്ടൻ ക്ലൈംബേഴ്സ്. അതായത് പ്രഷറും സോലിബിലിറ്റിയും തമ്മിൽ ബന്ധമുണ്ട് എന്ന് കാണിക്കാനാണ് ഈ രണ്ട് ആപ്ലിക്കേഷൻസ് പറഞ്ഞത്. ഓക്കെ, ഈ സെക്ഷൻ തീർന്നു. ബാക്കി അടുത്ത ക്ലാസ്.